എങ്ങനെ നോക്കിയിട്ട് ഒരു മെന വരുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല. എന്തോ ഒരു മെന എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈലൊക്കെ? കൊള്ളാം അല്ലേ? അപ്പോൾ ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്, അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്കും പറഞ്ഞുതരാം. ആദ്യം ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ മറയ്ക്കുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ കറുത്ത പാടുകളെല്ലാം. നെറ്റിയിലൊന്നും ചുമ്മയില്ല, അതൊക്കെ വെറുതെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ വാരി പൂശിയതാണ്. ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല, ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്തതാണ് നമ്മുടെ ആയുധം, ലിപ്സ്റ്റിക്ക്. ഇത് NYBയുടെ ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണ് ഇത്. ഷെയ്ഡ് നമ്പർ 12 ആണെന്ന് തോന്നുന്നു. നല്ല സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. 24 hours നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ 24 hours ഇട്ട് നോക്കിയിട്ടില്ല. എന്തായാലും ഒരു 10, 15, 16 മണിക്കൂറൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നമ്മുടെ ഫേസിന് ചേരുന്ന നല്ല ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് കോളേജിലും ഓഫീസിലും ഒക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇനി ഞാൻ കൺസീലർ ഇട്ട് വെച്ചിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് ബ്ലെൻഡർ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ഇത്രയും നേരം കൺസീലർ ഇട്ടിട്ട് അതിൽ തൊടാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നനഞ്ഞ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ കുറച്ച് കൂടുതൽ കവറേജ് കിട്ടും എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഫൗണ്ടേഷനൊന്നും ഇടുന്നില്ല. അപ്പം നല്ല കവറേജും നല്ല ഫിനിഷിങ്ങും നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോയും ഒക്കെയാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോഴും സെയിം ഇതേപോലെ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇട്ടാൽ, ഒരു ശകല നേരം വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ് ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രിക്ക് നിങ്ങളും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ, ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന്. ഇനി എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡർ ഒന്ന് നനവോടുകൂടി തന്നെ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഇതും എല്ലാം കൂടി ചേർന്ന് മുഖത്ത് നല്ലൊരു ഗ്ലോയും ഒരു എന്താ പറയണ്ടേ, ഒരു ഊർജ്ജസ്വലതയൊക്കെ കിട്ടും. ഇനി എൻ്റെ പട്ടി ഷോ ഒന്നും കാണാൻ നിൽക്കണ്ട. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. പറ്റുമെങ്കിലും ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.